എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സേഫായിട്ടൊക്കെ ഇരിക്കുവാണല്ലോ അല്ലേ? നല്ല മഴയല്ലേ എല്ലായിടത്തും. അപ്പോൾ ദേ ഇന്ന് നമുക്ക് ചോറിന് മാങ്ങ അച്ചാർ, ഇത് സോയാബോൾ തോരനാണ്. പിന്നെ നമ്മൾ കോവയ്ക്ക ഇട്ടിട്ടൊരു മീൻകറി വെക്കുന്ന പോലെ വെച്ചിട്ടുണ്ട്. അപ്പോൾ മീനൊക്കെ ഭയങ്കര ക്ഷാമമായിട്ടോ, ഇതുവഴി മീൻകാരൊന്നും വരുന്നില്ല. ദേ അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കാവേ. അപ്പോൾ ദേ ഈ മീനില്ലാത്ത മീൻകറി വെക്കാനായിട്ട് നമുക്ക് ഇത് കണ്ടോ, ഒരു ചെറിയ സവോള നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 3-4 വെളുത്തുള്ളി, ഒരു തക്കാളിക്ക, പിന്നെ ദേ ഒരു ചെറിയ പീസ് കുടംപുളി, കോവയ്ക്ക നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളക് കൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള കറിവേപ്പില, പിന്നെ അരപ്പിനാവശ്യമായ തേങ്ങയും കൂടെ. ഈ കറി വെക്കാനായിട്ട് ഒരു ചട്ടി അടുപ്പിൽ വെച്ച് നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി കടുകും ഉലുവായും ഇട്ട് പൊട്ടിച്ചെടുക്കാവേ. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, സവോള ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതിലേക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അത്യാവശ്യം ഒന്ന് വാടി വന്നു കഴിയുമ്പം കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാവേ. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ സവോള ഇഞ്ചിയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും തക്കാളിക്കായും കൂടി ഇട്ട് കൊടുക്കാവേ. ഇനി ഈ തക്കാളിക്കെല്ലാം നന്നായിട്ടൊന്ന് വെന്തുടഞ്ഞ് വന്നു കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള കോവയ്ക്ക ചേർത്ത് കൊടുക്കാം. ഇനി ഇതുകൂടി ഈ എണ്ണയിലിട്ടൊന്ന് വാട്ടിയെടുക്കാവേ. ആ കൂടെ തന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കുടംപുളിയും കൂടി ഇട്ട് കൊടുക്കാവേ. ഇത് നന്നായിട്ട് കഴുകിയതാണ്. ഒരു കഷ്ണം കുടംപുളി ഇട്ട് കൊടുത്താൽ മതി. ഒരുപാട് പുളിയായിപ്പോയാൽ ഈ കറി കൊള്ളത്തില്ല കേട്ടോ. ഈ കഷ്ണങ്ങളെല്ലാം എണ്ണയിൽ കിടന്ന് അത്യാവശ്യം ഒന്ന് വാടി വന്നു കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മല്ലിപ്പൊടി ഇതുകൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ട് ഈ പൊടിയുടെ പച്ചമണമൊക്കെ മാറുന്നത് വരെ വഴറ്റിയെടുക്കാവേ. ഇനി ഈ പൊടിയുടെ പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പം ഈ കോവയ്ക്കൊക്കെ വേകാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കാവേ. അപ്പോൾ അതേ നമ്മൾ കോവയ്ക്കൊക്കെ അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കാം. തേങ്ങ മാത്രമാണ് അരച്ചിരിക്കുന്നത്. അത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്ത് കഴിയുമ്പോൾ നമ്മുടെ ഈ മീനില്ലാത്ത മീൻകറി, കോവയ്ക്ക കൊണ്ടുള്ള മീനില്ലാത്ത മീൻകറി ഇവിടെ റെഡിയായി. ഇനി സോയാബോൾ തോരൻ വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാവേ. അതിനായിട്ടൊരു ചെറിയ കപ്പ് സോയാബോൾ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകി എടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഉപ്പുകൂടി ഇട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ മതിയേ. അപ്പോൾ ദേ ഇത് നന്നായിട്ടൊന്ന് തിളച്ചാൽ മാത്രം മതിയേ. തിളച്ച് കഴിയുമ്പം അതിലേക്ക് നമ്മൾ കുറച്ച് പച്ചവെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ട് കഴുകി പിഴിഞ്ഞെടുക്കണം. അപ്പോൾ ദേ ഇതെല്ലാം ഞാൻ അത്യാവശ്യം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലാണ് ക്രഷ് ചെയ്തെടുക്കേണ്ടത്. ഇതിനി വെള്ളമയം ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ഒന്ന് പിഴിഞ്ഞെടുക്കാവേ. ഇനി ഇതിനായിട്ട് ആവശ്യമായത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, 3-4 അല്ലി വെളുത്തുള്ളി അരിഞ്ഞത്, 2-3 പച്ചമുളക്, ഒരു വലിയ സവോള അരിഞ്ഞത്, ആവശ്യത്തിനുള്ള കറിവേപ്പില.
പിന്നെ ഇതേ തോരനല്ല ഉണ്ടാക്കുന്നത്, അതിനായിട്ട് ഇതേ കുറച്ച് തേങ്ങ ചിരണ്ടിയത് കൂടെ എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് കടുകിട്ട് പൊട്ടി വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാ സവോള, ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാവേ. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സോയാ ബോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. സോയാ ബോൾ വേവിച്ചപ്പോൾ നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, എന്നാലും ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് വേണമെങ്കിൽ ഈ സമയത്ത് ഇട്ട് കൊടുക്കണേ. പിന്നെ ഇത് നന്നായിട്ടൊന്ന് യോജിച്ച് വന്നു കഴിയുമ്പം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാവേ. അപ്പോൾ തേങ്ങയൊക്കെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞ് ഒരു അര സ്പൂൺ ഗരം മസാല, അര സ്പൂൺ കുരുമുളക് പൊടി ഇത്രയും ചേർത്ത് നന്നായിട്ട് ഇളക്കി ഒന്ന് മൂടി വെച്ച് വേവിക്കാവേ. അപ്പോൾ ഇത് മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ആവി വന്നതിന് ശേഷം ഇത് ഇളക്കി എടുത്തു കഴിയുമ്പോൾ നമ്മുടെ തോരൻ ഇവിടെ റെഡിയായി. അപ്പോൾ നമ്മുടെ സോയാ ബോൾ തോരനാണ്. ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ നമ്മുടെ സോയാ ബോൾ തോരനും കോവയ്ക്ക കറിയൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.